നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, വാക്ക് അഗ്നി പോലെയാണ്. ചൂടും പ്രകാശവുമാണ് അഗ്നിയുടെ സ്വഭാവം. നമ്മുടെ വാക്കും അതുപോലെയാകണം. അത് കേൾക്കുന്നവർക്ക് അറിവും സന്തോഷവും ലഭിക്കണം. അത് അവരെ ശ്രേയസ്സിലേക്ക് നയിക്കണം. എന്നാൽ ഈ രീതിയിൽ നല്ല വാക്കുകൾ പറയുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നവർ ഇന്ന് ചുരുക്കമാണ്. നമ്മളിൽ പലരുടെയും വാക്കുകൾ നനഞ്ഞ വിറകു പോലെയോ വാഴപ്പിണ്ടി പോലെയോ ആണ്. അതിൽ നിന്ന് പുക മാത്രമേ കിട്ടുകയുള്ളൂ. കേൾക്കുന്നവരിൽ വെറുപ്പും വിദ്വേഷവും മാത്രമാണ് അതുണ്ടാക്കുന്നത്. ചിലർക്ക് സ്വന്തം മഹിമകൾ മറ്റുള്ളവരെ പറഞ്ഞു കേൾപ്പിക്കാൻ പ്രത്യേക താല്പര്യമാണ്. അത് കേൾക്കുമ്പോൾ അവരോട് കൂടുതൽ ബഹുമാനം തോന്നുമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് വഴി സത്യത്തിൽ ഉള്ള ബഹുമാനം കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ കണ്ണിൽ അവർ സ്വയം പരിഹാസപാത്രമായി തീരുകയാണ്. മിഥ്യാഭിമാനത്തിൽ നിന്നാണ് ആത്മപ്രശംസ ഉണ്ടാകുന്നത്. പരനിന്ദയാകട്ടെ പ്രത്യക്ഷത്തിൽ തന്നെ ഹിംസയുമാണ്. കേൾക്കുന്നവരിൽ അതുണ്ടാക്കുന്ന വേദന ചെറുതല്ല. പ്രത്യേകിച്ച് നിന്ദിക്കപ്പെടുന്നവർ പ്രായം കൊണ്ടോ സ്ഥാനം കൊണ്ടോ നമ്മുടെ ആദരവ് അർഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ദോഷം കൂടുതലാണ്. അവരുടെ വേദന നമുക്ക് പ്രാരാബ്ധ ദുഃഖമായി അനുഭവിക്കേണ്ടി വരും. പരനിന്ദയും ആത്മപ്രശംസയും നമ്മളെ എത്രമാത്രം അധപ്പതിപ്പിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒരു സന്ദർഭം അമ്മ മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മഹാഭാരത യുദ്ധ സമയത്ത് കർണനുമായുള്ള യുദ്ധത്തിന്റെ ആദ്യ ദിവസം കർണനെ വധിക്കാൻ അർജുനന് സാധിച്ചില്ല. വൈകുന്നേരം ശിബിരത്തിലെത്തിയ അർജുനനോട് യുധിഷ്ഠിരൻ പറഞ്ഞു, കർണനെ കൊല്ലുമെന്ന് നീ വീരവാദം മുഴക്കിയിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ എന്തു പറ്റി? കർണനെ കൊല്ലാൻ സാധിക്കാത്ത സ്ഥിതിക്ക് ഇനി നിനക്ക് എന്തിനാണ് ഈ ഗാന്ധീവം? അതങ്ങ് വലിച്ചെറിഞ്ഞേക്കൂ. ഇത് കേട്ട് അർജുനൻ ദേഷ്യം കൊണ്ട് തിളച്ചു. അർജുനന് ഒരു പ്രതിജ്ഞയുണ്ട്. ഗാന്ധീവത്തെ ആരെങ്കിലും നിന്ദിച്ചാൽ അയാളെ കൊല്ലുമെന്ന്. ഗാന്ധീവത്തെ നിന്ദിച്ചത് കേട്ട അർജുനൻ പെട്ടെന്ന് വാളൂരി യുധിഷ്ഠിരനെ കൊല്ലാനായി ഭാവിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അർജുന, നിൽക്കൂ. ഗാന്ധീവത്തെ നിന്ദിച്ചവനെ വധിക്കുമെന്ന് നീ പ്രതിജ്ഞയെടുത്തു എന്നത് സത്യം തന്നെ. എന്നാൽ അതിന് യുധിഷ്ഠിരനെ കൊല്ലണമെന്നില്ല. മറ്റൊരു രീതിയിൽ ആ പ്രതിജ്ഞ നിനക്ക് നിറവേറ്റാം. യുധിഷ്ഠിരൻ നിന്റെ ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠനെ നിന്ദിക്കുന്നത് വധിക്കുന്നതിന് സമമാണ്. അതുകൊണ്ട് യുധിഷ്ഠിരനെ നിന്ദിക്കുക. അപ്പോൾ നിന്റെ പ്രതിജ്ഞ സഫലമാക്കുകയും ചെയ്യും. അത് കേട്ട് അർജുനൻ യുധിഷ്ഠിരനെ കഠിനമായി നിന്ദിച്ചു. കുറച്ചു കഴിഞ്ഞാണ് അർജുനന് സ്ഥലകാലബോധം വന്നത്. കുറ്റബോധം കൊണ്ട് അർജുനൻ ഉരുകി. പിതൃതുല്യനായ ജ്യേഷ്ഠനെ ഞാൻ ദേഷ്യപ്പെട്ടു ചീത്ത വിളിച്ചല്ലോ, നീചമായി നിന്ദിച്ചല്ലോ. ഈ കൊടും പാപത്തിന് ആത്മഹത്യയല്ലാതെ മറ്റെന്ത് പ്രായശ്ചിത്തമാണുള്ളത്? ഇങ്ങനെ ചിന്തിച്ച് അർജുനൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. തീയിൽ ചാടി മരിക്കാൻ തയ്യാറെടുത്തു. വീണ്ടും അർജുനനെ തടഞ്ഞുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, അർജുന, ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഉപായമുണ്ട്. സ്വയം പ്രശംസിക്കുക. ആത്മപ്രശംസ ആത്മഹത്യയ്ക്ക് തുല്യമാണ്. ആത്മപ്രശംസ ആത്മഹത്യയ്ക്ക് തുല്യമാണ്. ഇത് കേട്ട് അർജുനൻ സ്വന്തം ഗുണഗണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിഞ്ഞു. പരനിന്ദ പരഹത്യയ്ക്കും ആത്മപ്രശംസ ആത്മഹത്യയ്ക്കും തുല്യമാണെന്ന് പറയുമ്പോൾ വാക്കുകളുടെ ശക്തി അത്രയ്ക്ക് വലുതാണെന്നാണ് ഭഗവാൻ നമ്മെ മനസ്സിലാക്കി തരുന്നത്. ഹരി ഓം. നമഃശിവായ.